സ്കൂളിൽ നിന്ന് വന്ന് ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അതവൻ എപ്പോഴേ പൊട്ടിക്കണം. ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞതിന് തൽക്കാലം ഒരു നിക്കർ മാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഗ്ലാസ് വാട്ടർ ബോട്ടിൽ അവൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി സ്കൂളിൽ വെച്ച്. അപ്പോൾ ഒരു കരച്ചിൽ. ഞാൻ പിന്നെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ടാണ് കൺസോൾ ചെയ്തത്. ഇതൊക്കെ കവിയുടെ ഓരോ എഴുത്തുകളാണ് കേട്ടോ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചെടുത്തോ. എനിക്ക് എന്തായാലും പുതിയൊരു വാട്ടർ ബോട്ടിൽ വേണം. പക്ഷേ എനിക്കെന്തോ പിള്ളേർക്ക് മേടിക്കാതെ പുതിയത് എന്തെങ്കിലും മേടിക്കുമ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതൊരു കോംബോ ആണ്. എനിക്ക് ഈ ബോട്ടിൽ മൂന്നും കണ്ടപ്പോൾ എന്നെയും കുക്കൂനെയും നിലൂനെയാണ് ഓർമ്മ വന്നത്. എൻ്റെത് നല്ല സ്കിന്നാണെന്നുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടു. പക്ഷേ അതങ്ങനല്ല. എൻ്റേതും കുക്കൂൻ്റെതും വളരെ ഡ്രൈ സ്കിന്നാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഒരുപാട് വെള്ളം കുടിക്കേണ്ടത്. നിലു പിന്നെ ചെറുപ്രാ വെള്ളം കുടിക്കും, ആലനും അതെ. ഇതിൻ്റെ സുനാങ്കിയൊന്നും എങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കുറേ നേരം തപ്പിയിട്ട് നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനൊരു യൂട്യൂബ് വീഡിയോ നോക്കി അതങ്ങ് സെറ്റ് ചെയ്യും. എന്നെ അവിടെ ഇരുന്ന് കുക്കു പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ എന്തായാലും അവസാനം ഞങ്ങളുടെ 3 പേരുടെ ബോട്ടിലും ഇത് റെഡിയായി. നിലൂൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവൻ വന്നു കഴിയുമ്പോൾ കുക്കൂന് അവനെ പറ്റിക്കണമെന്ന്. നമുക്ക് രണ്ടുപേർക്ക് ബോട്ടിൽ മേടിച്ചുള്ളൂ, അവന് മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ പറ്റിക്കൽ സീൻ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് 200 rupees ഞാൻ അന്ന് മേടിച്ച കോട്ടൺ കുർത്തയാണ്. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോയിലോ മറ്റോ ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടാഗ് അവിടെ നിന്ന് പോയി. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് പോകും കേട്ടോ. പിന്നെ എനിക്ക് തപ്പി പിടിച്ചാൽ ഇതൊന്നും തിരിച്ച് ടാഗ് ചെയ്യാനായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാർട്ടിലെങ്കിലും ആഡ് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ നമ്മുടെ ബുള്ളറ്റ് പവിഴൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് പോയാൽ ഉടനെ അടുത്ത വണ്ടി വരും കേട്ടോ. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഷെഡ് ഉണ്ടല്ലോ, അതങ്ങനെ വെറും ഒരു ഷെഡല്ല, അതൊരു ഗരാജ് സെറ്റപ്പാണ് പവിഴൻ്റെ. സൺസെറ്റ് നിന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പഴംപൊരിയും കാത്ത് വീട്ടിൽ കുക്കുസാർ ഇരിക്കുന്നതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ ഓടി ആടുന്ന ദിവസമില്ലേ, ഇന്ന് തന്നെ വന്നിട്ടുണ്ട് അടുത്ത ബുള്ളറ്റിന്റെ ഫോട്ടോ ഫാമിലി ഗ്രൂപ്പിൽ. അതിനൊരു ക്യാപ്ഷനും മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതേ ഒരു ലോഡ് പഴംപൊരിയും വടകയും ഒക്കെ ആയിട്ട് ചായ കുടിച്ചു. ബോട്ടിൽ കിട്ടിയോണ്ട് ഇനിയിപ്പം 2-3 ദിവസത്തേക്ക് പ്രഹസനം കാണും. അങ്ങനെ ഇച്ചിരി നേരം പറ്റിച്ചിട്ട് കരയൊന്നായപ്പോഴത്തേക്ക് അവൻ്റെ കുപ്പി അങ്ങ് കാണിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ ജീരകം പൂത്ത മാതിരി ഒരു ചിരിയുണ്ട് ആളുടെ മുഖത്ത്. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.